നമസ്കാരം. വാൽപ്പാറ ദുരന്തത്തിൽ ഒറ്റ ദിവസം കൊണ്ട് അനാഥമായത് 9 കുടുംബങ്ങൾ മാത്രമല്ല, ഒരു സ്കൂൾ കൂടിയാണ്. ദുരന്തത്തിൽ മരിച്ച 7 പേരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ അവസാന നോക്ക് കാണാൻ വിങ്ങലോടെ ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. 7 പേരുടെ ഖബറടക്കം വിവിധ മഹല്ലുകളിൽ പൂർത്തിയായി. ഇക്കൂട്ടത്തിൽ പാങ് GLP സ്കൂളിലെ അധ്യാപകൻ അബ്ദുൾ മജീദും ഭാര്യ റുഖയും ഒന്നിച്ചു മടങ്ങിയത് ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി. കാഴ്ചപരിമിതിയുള്ള ഭർത്താവിന് തണലായി കൂടെ പോയതായിരുന്നു റുഖിയ. പക്ഷേ ആ യാത്ര അവസാനിച്ചത് മരണത്തിന്റെ ആഘാതത്തിലായിരുന്നു. ജന്മന കാഴ്ചപരിമിതിയുള്ള മജീദിന്റെ നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്ന റുഖിയയുടെ വേർപാട് നാടിന് തീരാ നോവായി. അകക്കണ്ണിൽ മാത്രമായിരുന്നു കാഴ്ചയെങ്കിലും ക്ലാസ്സിലെ കുരുന്നുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരാണെന്ന് ചോദിച്ചാൽ മറുപടി ഒരുപോലെ, അത് മജീദ് മാഷാണ്. പാട്ടുപാടിയും കഥകൾ പറഞ്ഞും മാഷ് കുട്ടികളിൽ ഒരാളാകും. മക്കളില്ലാത്ത വിഷമം മാഷ് അങ്ങനെ മറക്കും. കലോത്സവമായാലും വിനോദയാത്രയായാലും മുൻകൈയെടുക്കുക മജീദ് മാഷ് തന്നെ. ജീവിതത്തിൽ എന്ന പോലെ യാത്രകളിലും മാഷിന്റെ കൈ പിടിച്ചു ഭാര്യ റുഖിയ കൂടെ ചേർന്നു. അന്ത്യയാത്ര എന്നറിയാതെ വാൽപ്പാറയിലേക്കുള്ള യാത്രയിലും ആ പതിവ് തെറ്റിയില്ല. പള്ളിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഒരുക്കിയ പന്തലിൽ മാഷും റുഖിയയും അവസാനമായി എത്തി. പുതിയ വീട്ടിലേക്ക് താമസം മാറി 2 മാസമാകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇരുവരെയും തേടി മരണമെത്തിയത് എന്നതും ഏവർക്കും നൊമ്പരമായി. ഇരുവരുടെ സംസ്കാര ചടങ്ങുകൾ പാങ് മാട്ടാത്ത് ജുമാ മസ്ജിദിലും അധ്യാപകരായ റംല, ഷക്കീല എന്നിവരുടെയും പാചക തൊഴിലാളി സാജിദയുടെയും സംസ്കാര ചടങ്ങുകൾ പാങ് വലിയ ജുമാത്ത് പള്ളിയിലും സുഹറയുടെ മകൻ ഹിഷാമിൻ്റെയും ഖബറടക്കം ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദിലും നടന്നു. പ്രധാന അധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്തും ആശയുടേത് കൊളത്തൂർ തറവാട്ട് വീട്ടിലുമാണ് നടക്കുക. ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾക്കാണ് പൊതുദർശനം നടന്ന അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സാക്ഷിയായത്. തങ്ങളേറെ സ്നേഹിച്ചിരുന്ന അധ്യാപകരുടെ ചേതനയേറ്റ മടങ്ങിവരവിൽ പാങ് LP സ്കൂളിലെ കുരുന്നുകൾ കണ്ണീരണിഞ്ഞ കാഴ്ച ഉള്ളുലയ്ക്കുന്നതായിരുന്നു. ഒരു നാടിനെ നയിച്ച അധ്യാപകരെ അവസാന നോക്ക് കാണാൻ ഉറ്റവരും നാട്ടുകാരും പൊതുദർശനം നടക്കുന്ന സ്ഥലത്തെത്തി. സ്കൂൾ അവധിക്കാലമായതിനാലായിരുന്നു പാങ് GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും വാൽപ്പാറയിലേക്ക് വിനോദയാത്ര പോയത്. വെള്ളിയാഴ്ച രാവിലെയാണ് 13 പേരടങ്ങുന്ന സംഘം ട്രാവലർ വാനിൽ അതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്ക് പോയത്. ചെങ്ങോട്ടൂർ സ്വദേശിയായ മുഹമ്മദ് ഫായിസ് ആയിരുന്നു ട്രാവലറിൻ്റെ ഡ്രൈവർ. ഇയാളുടെ അവസ്ഥയും ഗുരുതരമാണ്. അതിരപ്പള്ളി സന്ദർശിച്ച ശേഷം സംഘം മലക്കപ്പാറ വഴി വാൽപ്പാറയിലെത്തി. തുടർന്ന് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടമുണ്ടാകുന്നത്. പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക P അജിത, അധ്യാപികമാരായ റംലത്ത്, സുഹറ, ആശ, അധ്യാപകനായ അബ്ദുൾ മജീദിന്റെ ഭാര്യ റുഖിയ, സ്കൂളിലെ പാചക തൊഴിലാളി സാജിദ, സുഹറയുടെ മകൻ ഹിഷാം, സമീപ സ്കൂളായ GUPയിലെ അധ്യാപക ഷക്കീന എന്നിവരാണ് മരിച്ചത്. ഷക്കീന അടുത്തിടെയാണ് LP സ്കൂളിൽ നിന്ന് UP സ്കൂളിലേക്ക് മാറിയത്. താൻ ഇത്രയും കാലവും ജോലി ചെയ്ത സ്കൂളിലെ വിനോദയാത്രയിൽ അവർ ഒപ്പം കൂടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ട്രാവലർ ഓടിച്ചിരുന്ന ഫാസിദ്, സ്കൂളിലെ ഡ്രൈവർ നൌഷാദ്, സാജിദയുടെ മകൻ ഷഹാദീൻ, മസ്നീൻ എന്നിവരാണ് ചികിത്സയിലുള്ളത്. വാൽപ്പാറ ദുരന്ത വാർത്ത അറിഞ്ഞത് മുതൽ രക്ഷാപ്രവർത്തനം നടത്താനും പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ ക്രമീകരണം നടത്താനും ജില്ലാ ഭരണകൂടം എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. അപകട സ്ഥലത്ത് നിന്ന് പരിക്കേറ്റവരെ കൊണ്ടുവരാനും മൃതദേഹങ്ങൾ എത്തിക്കാനും പൊള്ളാച്ചി താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ചാണ് നടപടിയെടുത്തത്. ജില്ലാ കളക്ടർ G പവൻകുമാർ നേരിട്ടെത്തി നടപടികൾ ഏകോപിപ്പിച്ചു. പൊള്ളാച്ചി സബ് കളക്ടറും ഉണ്ടായിരുന്നു. മന്ത്രി K കൃഷ്ണൻകുട്ടി കൂടി എത്തിയതോടെ കേരളവും തമിഴ്നാടും ഒന്നിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. 9 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയോഗിച്ചു. ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞതോടെ വെള്ളിയാഴ്ച രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി. മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ കോയമ്പത്തൂർ ജില്ലാ ഭരണകൂടം 9 ആംബുലൻസുകളും ഏർപ്പാട് ചെയ്തിരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നും ആംബുലൻസുകൾ എത്തി. ശനിയാഴ്ച വെളുപ്പിന് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു.